ഉയർന്ന താപനില മുൻനിർത്തി പള്ളികളിലെ വെള്ളിയാഴ്ച ഖുതുബ 10 മിനിറ്റിൽ പരിമിതപ്പെടുത്താൻ UAE ഇമാമുമാർക്ക് നിർദ്ദേശം നൽകി. നാളെ മുതൽ 2 മാസത്തോളം ഈ സംവിധാനം തുടരും. പൈലറ്റുമാർ ഉൾപ്പെടെ കൂടുതൽ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യാനുള്ള ഇത്തിഹാദ് എയർവേസ് തീരുമാനം മലയാളികൾ ഉൾപ്പെടെ ഉദ്യോഗാർത്ഥികൾക്ക് ഗുണം ചെയ്യും. മറ്റ് വിമാന കമ്പനികളും കൂടുതൽ നിയമനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ആന്റി പൈറസി ലാബ് തുറക്കാൻ ദുബായ് മീഡിയ സിറ്റി തീരുമാനിച്ചതും യൂണിവേഴ്സിറ്റികൾക്ക് കൂടി ഗ്രേഡിംഗ് സംവിധാനം ഏർപ്പെടുത്തിയതുമാണ് UAE-യിൽ നിന്നുള്ള മറ്റു വാർത്തകൾ. വിശദമായി ഈ വാർത്തകൾ അറിയാം. MCA നാസർ ചേരും. UAE ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെയും താപനില ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. UAE-യിൽ മാത്രം കഴിഞ്ഞ ദിവസം 50 ഡിഗ്രിക്ക് മുകളിൽ പോലും താപനില രേഖപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ കുറേ കൂടി കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളുമാണ് UAE ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വെള്ളിയാഴ്ച നടക്കുന്ന ജുമുഅ ഖുതുബ വളരെ ചുരുങ്ങിയ സമയത്തേക്ക് പരിമിതപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം കൂടി ഔഖാഫ് മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഖുതുബയുടെ സമയപരിധി 10 മിനിറ്റിനുള്ളിൽ പൂർത്തീകരിക്കണമെന്നാണ് എല്ലാ പള്ളി ഇമാമുമാർക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ പറയുന്നത്. കാരണം മിക്ക പള്ളികളും നമുക്കറിയാൻ സാധിക്കും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വലിയ തോതിൽ തിരക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ പള്ളിക്ക് പുറത്ത് ആയിരങ്ങൾ നമസ്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ആളുകൾക്ക് ഒരു പ്രയാസം ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഈ സൂര്യതാപം ഏൽക്കുന്നത് ഒഴിവാക്കുക എന്നൊരു നടപടിയുടെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരമൊരു നിർദ്ദേശം ഇപ്പോൾ അധികൃതർ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടിയുള്ളതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയുള്ള ഇത്തിഹാദ് വിമാന കമ്പനിയാണ്. നിരവധി ഏതാണ്ട് 1000-ലധികം പൈലറ്റുമാരെയും അതോടൊപ്പം തന്നെ മറ്റ് വിമാന ജീവനക്കാരെയും നിയമിക്കാനുള്ളൊരു തീരുമാനവുമായിട്ട് ഇത്തിഹാദ് എയർവേസ് രംഗത്ത് വന്നിരിക്കുന്നു. റിക്രൂട്ട്മെൻറ്റ് നടപടികൾ അടുത്ത ഒരു 1.5 വർഷത്തേക്കുള്ള പദ്ധതികളാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൂടുതൽ നഗരങ്ങളിലേക്കും ഈ സർവീസുകൾ വിപുലീകരിക്കാനുള്ള ഒരു പ്രഖ്യാപനം നേരത്തെ തന്നെ ഇത്തിഹാദ് നടത്തിയിരുന്നു. അത് പ്രയോഗവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ വിമാനങ്ങൾ ലഭ്യമാക്കുന്നു. ഇതൊക്കെ വരുമ്പോൾ പൈലറ്റുമാർക്കും അതോടൊപ്പം തന്നെ മറ്റ് ജീവനക്കാർക്കും വലിയ തോതിൽ ആവശ്യകതയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഉയർന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ടാണ് പുതിയ റിക്രൂട്ട്മെൻറ്റിനുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഇത്തിഹാദ് അറിയിച്ചിരിക്കുന്നത്. ഇത്തിഹാദ് മാത്രമല്ല, എമിറേറ്റ്സ് എയർലൈൻസും ഫ്ലൈ ദുബായ് ഉൾപ്പെടെയുള്ള മറ്റ് പല വിമാന കമ്പനികളും വലിയ തോതിലാണ് ഇപ്പോൾ. കാരണം നമുക്കറിയാൻ സാധിക്കും കോവിഡിൻ്റെ ഘട്ടങ്ങളിലൊക്കെ വലിയ ഒരു വിഭാഗം തൊഴിലാളികളെ ജീവനക്കാരെ പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊണ്ട എയർലൈൻസ് മേഖല അല്ലെങ്കിൽ ട്രാവൽ മേഖല വീണ്ടും കുതിപ്പിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഈ പുതിയ നിയമനങ്ങളും റിക്രൂട്ട്മെൻറ്റ് നടപടികളും. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നത് ഈ ആൻറ്റി പൈറസിയുമായി ബന്ധപ്പെട്ട ഒരു ലാബിന് തുടക്കം കുറിക്കാൻ ദുബായ് മീഡിയ സിറ്റി തീരുമാനിച്ചിരിക്കുന്നു. ലാലിഗ ക്ലബ്ബുമായി ചേർന്നുകൊണ്ടായിരിക്കും ഈ ഒരു ലാബ് തുറക്കാൻ പോകുന്നത്. വ്യാജ പതിപ്പുകൾ പ്രസിദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ സംപ്രേഷണമൊക്കെ ചെയ്യുന്ന വെബ്സൈറ്റുകളും മറ്റും കണ്ടെത്തിക്കൊണ്ട് അതിനെ തടയുക എന്ന ലക്ഷ്യം കൂടിയാണ് ഇത്തരമൊരു സംയുക്ത സ്വഭാവത്തിലുള്ള ലാബ് നിർമ്മിതിയിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്ന UAE-യിൽ നിന്നുള്ളൊരു വാർത്ത, നേരത്തെയൊക്കെ സ്കൂളുകളുടെ കാര്യത്തിൽ ഒരു ഗ്രേഡിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. ഓരോ സ്കൂളുകളുടെയും നിലവാരമനുസരിച്ച് അതിനെ ഒരു ഗ്രേഡിങ്ങിലേക്ക് കൊണ്ടുവരുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് UAE-യിലെ യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ കൂടി ഇത്തരം ഒരു ഗ്രേഡിംഗ് സംവിധാനം കൊണ്ടുവരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തന മികവുകൾ അതോടൊപ്പം തന്നെ അക്കാദമിക് രംഗത്തെ ഉണർവ് ഇതൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ട് ഇതൊക്കെ മാനദണ്ഡമാക്കിക്കൊണ്ട് ഉള്ള ഒരു ഗ്രേഡിംഗ് സിസ്റ്റമാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജ, UAE യൂണിവേഴ്സിറ്റി, അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഖലീഫ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള മുൻനിര യൂണിവേഴ്സിറ്റികളാണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും നിലവാരം കണക്കാക്കിക്കൊണ്ടാണ് അതിനെ ഇപ്പോൾ ഒരു പട്ടികയിലൂടെ അധികൃതർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് വരും വർഷങ്ങളിലും ഈ ഒരു സംവിധാനം തുടരാനാണ് ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്.